കോൺഗ്രസിന്റെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് അബിൻ വർക്കി വരുന്നതിന് തടസ്സമായി പലരും ചൂണ്ടിക്കാട്ടുന്നത് സാമുദായിക സമവാക്യങ്ങളാണ്. എല്ലാ കാലത്തും കോൺഗ്രസ് വിവിധ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ പരിഗണിക്കുമ്പോൾ സാമുദായിക സന്തുലിതാവസ്ഥ നോക്കാറുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും ആരെങ്കിലുമൊക്കെ അവരോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സമവാക്യങ്ങളെ കോൺഗ്രസ് മാറ്റിവെച്ചും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. KPCC പുനഃസംഘടനയിൽ എല്ലാ വിഭാഗം ആളുകളും ഉൾപ്പെട്ടെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന സണ്ണി ജോസഫ് MLA ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളായിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നേതാവുമാണ്. അതായത് പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസിന്റെ എല്ലാ പോഷക സംഘടനകളുടെയും കോൺഗ്രസിന്റെയും അധ്യക്ഷ സ്ഥാനത്തുള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ്. ഈ കാര്യം പരിഗണിച്ചാണ് വീണ്ടും ഒരു ന്യൂനപക്ഷക്കാരനെ കൂടി യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ട എന്ന വാദം ചിലർ ഉയർത്തുന്നത്. മതം ഇത്തരം സ്ഥാനങ്ങളിലേക്ക് നേതാക്കളെ പരിഗണിക്കുമ്പോൾ മാനദണ്ഡമാക്കണോ എന്നതിൽ കോൺഗ്രസ് ആഴത്തിലുള്ള ചിന്ത നടത്തണം. ഉയർന്ന മതേതര ബോധ്യങ്ങൾ ചർച്ചയാക്കി രാജ്യത്ത് മുന്നോട്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അങ്ങനെയുള്ള കോൺഗ്രസ് സ്ഥാനങ്ങൾ നിർണയിക്കപ്പെടുമ്പോൾ മതങ്ങളിലേക്ക് ചുരുങ്ങുന്നത് ഒട്ടും ശുഭകരമായ കാര്യമല്ല. അബിന്റെ അർഹതപ്പെട്ട സ്ഥാനലബ്ധിയെ മതത്തിന്റെ പേരിൽ എതിർക്കുന്നവർ ഇടുക്കിയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സാമുദായിക സമവാക്യങ്ങൾ കൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇടുക്കിയിൽ DCC പ്രസിഡന്റ് ആകാൻ ഒരു നേതാവിന് വേണ്ടത് എന്താണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. അബിൻ ക്രൈസ്തവനായത് അയോഗ്യതയാണെങ്കിൽ ഇടുക്കിയിൽ DCC പ്രസിഡന്റ് ആകാൻ അതൊരു അവിഭാജ്യ ഘടകമാണ്. ഇവിടെ കഴിവ് തെളിയിച്ച അഭിഭാഷകനും മികച്ച സംഘാടകനുമായ അഡ്വക്കേറ്റ് S അശോകന് DCC പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കപ്പെട്ടത് അദ്ദേഹം ഒരു ഭൂരിപക്ഷ സമുദായാംഗം ആയതുകൊണ്ടാണ്. അശോകന്റെ പേരിനൊപ്പമുള്ള ജാതിവാൽ അദ്ദേഹത്തെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കോൺഗ്രസ് കാരണമാക്കുന്നു. ഇടുക്കിയിലെ ജനസംഖ്യാ കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ ഈ കള്ളക്കളി കൂടുതൽ വ്യക്തമാകും. ജില്ലയിലെ ജനസംഖ്യയുടെ ഏകദേശം 49% ഹൈന്ദവരാണ്. അതിൽ 31% ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. ക്രിസ്ത്യൻ സമുദായം 43% വരും. എന്നിട്ടും പതിറ്റാണ്ടുകളായി ഇടുക്കിയിലെ കോൺഗ്രസ് നേതൃത്വവും സ്ഥാനാർത്ഥിത്വവും ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇടുക്കിയിൽ കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ നസ്രാണി സ്ഥാനാർത്ഥി വേണമെന്ന അലിഖിത നിയമം ആരാണ് എഴുതി വെച്ചത്? 49% വരുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ കഴിവുറ്റ നേതാക്കന്മാരെ മാറ്റി നിർത്തി കോൺഗ്രസ് ആരെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇത് ഇടുക്കിയിലെ ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഗണന മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന അസംഖ്യ പ്രവർത്തകരോടുള്ള വഞ്ചന കൂടിയാണ്. ഇടുക്കിയിൽ DCC പ്രസിഡന്റ് ആകാൻ അശോകന് ഹിന്ദുവായത് തടസ്സമാകുമ്പോൾ സംസ്ഥാനത്ത് പ്രസിഡന്റ് ആകാൻ അബിൻ വർക്കിക്ക് ക്രിസ്ത്യാനിയായത് തടസ്സമാകുന്നു. ഇതിനെ ഇരട്ടത്താപ്പ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? സത്യത്തിൽ സാമുദായിക സമവാക്യം എന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാരുടെ കയ്യിലെ ഒരു കള്ളനാണയം മാത്രമാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാനും കഴിവുള്ളവരെയും ജനപിന്തുണയുള്ളവരെയും വെട്ടിനിർത്താനുമുള്ള ഒരു എളുപ്പവഴിയാണിത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയാണ് പിന്നോട്ട് വലിക്കുന്നത്. ഒരു നേതാവിന്റെ കഴിവിലല്ല, മറിച്ച് അവന്റെ ജാതിയും മതവും ഗ്രൂപ്പുമാണ് സ്ഥാനമാനങ്ങൾ നിശ്ചയിക്കുന്നതെങ്കിൽ യുവതലമുറ എങ്ങനെ പാർട്ടിയിലേക്ക് കടന്നുവരും? ഒരു വശത്ത് BJP ജാതി മത ഭേദമന്യേ ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് പിന്നിലെ ജാതീയ സമവാക്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഡ്വക്കേറ്റ് S അശോകനെ പോലുള്ള അബിൻ വർക്കിയെ പോലുള്ള ഊർജ്ജസ്വലരായ നേതാക്കളെ കേവലം അവരുടെ സമുദായത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് തുടർന്നാൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ശവമഞ്ചം ചുമക്കാൻ പോലും ആളുണ്ടാവില്ല. കാലം മാറുന്നത് കോൺഗ്രസിലെ നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും ഈ പാർട്ടിയുടെ സ്ഥാനം.